ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ കോഴിപ്പിടി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ കോഴിയെ പിടിക്കുക എന്നുള്ളതല്ല ചിന്തിക്കണ്ടേ. എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാനിത് ഒത്തിരി കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് ഒരു തിരുവിതാംകൂർ ഭാഗത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ ഈ കോഴി കറി പ്രത്യേകവും വെക്കണം. ഈ പിടി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കോഴിക്കട്ട അത് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കുക. ചില സൈഡിലുണ്ടല്ലോ ഈ കോഴിക്കറി വെക്കുമ്പോഴത്തേക്ക് കടുക് ഇടുകയില്ല, ചിലർ ഇടാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഇച്ചിരി കടുക് ഇട്ടിട്ട് തുടങ്ങാം. എണ്ണയൊക്കെ നമ്മുടെ ആരോഗ്യവും ആവശ്യാനുസരണം ഒഴിക്കുക. എണ്ണ കൂടുന്തോറും സ്വാദ് വരുന്നാണ് പറയുന്നത്, പക്ഷേ ആരോഗ്യം പോവും. അതുകൊണ്ട് അത് വേണ്ട. കടുക് എണ്ണ ചൂടായിട്ടേ കടുക് ഇടാവുള്ളൂ എന്നാണ്. പക്ഷേ എനിക്ക് ചില സമയമൊക്കെ ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യമേ കടുക് ഇട്ടിട്ട് പിന്നെ എണ്ണ ഒഴിക്കലുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യം എണ്ണ ചൂടായി, ഞാൻ ഇച്ചിരി കടുക് ഇടാൻ പോവാ. കുറച്ച് മതി. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ സവാള ആണെങ്കിൽ അവരവരുടെ ഇഷ്ടം. കാര്യം എന്നാണെന്നറിയോ, ചെറിയ ഉള്ളി പൊളിച്ച് അരിഞ്ഞൊക്കെ വരെ ഇച്ചിരി നേരം എടുക്കും. അതുകൊണ്ട് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ അമ്മയുടെ കൊടുക്കും ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് തരാൻ. അതല്ലാന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി. പിന്നെ ടൊമാറ്റോ വേണം, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, പച്ചമുളകാണ് ഇതിൻ്റെ മെയിൻ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് മുളക് പൊടി കുറച്ച് കുറവാണ് ഉപയോഗിക്കുക. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഈ കറിക്ക് നമുക്ക് ആവശ്യം. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയേ ഉള്ളൂ. പിന്നെ 1-ാം പാലും 2-ാം പാലും വെച്ചാൽ ഇറച്ചി വേവാനുള്ള വെള്ളം എടുത്താൽ മതി. ഇപ്പം ചെറുതായിട്ട് കടുക് പൊട്ടി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഉള്ളിയിൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഇറച്ചിക്കറി വെക്കാൻ. പിന്നെ ക്ഷമയുടെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് സ്ഥിതിക്ക് സവാളയും എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ചെറിയ ഉള്ളി ഉപയോഗിച്ച് ഇറച്ചിക്കറി വെക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അത് ആരാന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഐ റെസ്പെക്റ്റ് എ ലോട്ട്. അദ്ദേഹത്തിനൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയത്തില്ല അതാരാ വരുന്നതെന്ന്. നമുക്ക് പറയാം, പതുക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരും എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരമല്ലേ ഉണ്ടാക്കാൻ ഇഷ്ടം. അപ്പം അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ചു ഇനി ഇത് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ കോഴിപ്പിടി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഉള്ളി കുറച്ചൊന്ന് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ കുറച്ചൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇടാം. പച്ചമുളക് ഇടുന്നത് വേറൊരു കാര്യമുണ്ട്, എരിവ് അനുസരിച്ച് ഇടാവുള്ളൂ. ചില പച്ചമുളക് നല്ല എരിവാ, ചിലത് എരിവ് കാണത്തില്ല. ഇപ്പം ഇവിടെ എടുത്തേക്കുന്നത് എരിവില്ല, ഉണ്ടോ? കാണും. മിക്കവാറും അതിൻ്റെ ഇത് കണ്ടിട്ട് നല്ല എരിവുണ്ടെന്നാണ് തോന്നുന്നത്. സോ അത് ഞാൻ ഒത്തിരി ഇടുന്നില്ല. കാരണം നമ്മൾ 500 grams ഓഫ് ചിക്കൻ മാത്രം ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇത് ഇച്ചിരി ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതെന്നാന്നറിയോ, ചിലർക്ക് ഇങ്ങനെ പേസ്റ്റ് ആക്കണ്ട, ചിലരാണെങ്കിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒക്കെ ഇങ്ങനെ അരിഞ്ഞിടും. ഏതായാലും നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇതൊരു 2 സ്പൂൺ to 2.5 സ്പൂൺസ് അത്രയും മതി. ഈ കറിവേപ്പില ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇടുന്നത്. ഇപ്പം ഇട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇട്ടാലും മതി. ഉള്ളിയും നമ്മളിട്ട ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം വഴറ്റണം. ശരിക്കും നമ്മുടെ അമ്മച്ചിമാരൊക്കെ വെച്ച് തരുന്നതിൻ്റെ ആ രുചി കാണത്തില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏതൊരമ്മ നമുക്ക് ആഹാരം ഉണ്ടാക്കി തന്നാലും അതിൻ്റെ രുചി ഒരു പ്രത്യേകം തന്നെ. ഇപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിഷ്ടം തക്കാളി ഇടാം. ശരിക്കും പറഞ്ഞാൽ വീട്ടിലാണെങ്കിലും ഇല്ലേ, ഏട്ടനും മക്കൾക്കും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നിട്ട് പരീക്ഷണം ചെയ്യുന്ന മുഴുവൻ ഞാൻ ഏട്ടൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ഏട്ടത് നല്ലതാണോ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. നല്ലതാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ചീത്തയാണെങ്കിൽ അവിടെ കളയും.
ഇപ്പോൾ ഏകദേശം ടൊമാറ്റോ നല്ല സ്മാഷ് ആയിട്ടുണ്ട്. ഏകദേശം നോട്ട് അപ് ടു ദ മാർക്ക്, പക്ഷെ എന്നാലും ഇച്ചിരി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പൊടിയിടാം. പൊടിയിടുമ്പം ആദ്യം മഞ്ഞൾപ്പൊടി കുറച്ച്, അത് കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി വേണം. എന്നാലും പറഞ്ഞാൽ ഒത്തിരി അല്ല, ഒരു ഫുൾ സ്പൂൺ നിറച്ച്, ഒരു ഫുൾ സ്പൂൺ അല്ല, സോറി 2 സ്പൂൺ നിറച്ച്. ഈ നമ്മളിട്ട പൊടിക്കൊക്കെ ഈ പച്ചമണം മാറണം. കുറച്ച് ഗരം മസാല, ഏകദേശം മൂത്ത് കഴിഞ്ഞ് അന്നേരം ഉണ്ടല്ലോ ഞാൻ ഇച്ചിരി കുറച്ച് 2ാം പാൽ ഒഴിക്കുക. കുറച്ചേ ഒഴിക്കുള്ളൂ. അതെന്നാന്നോ, നമ്മുടെ ഈ ഒരു ചേർത്ത അരപ്പിന് ഒന്ന് ഈ 2ാം പാൽ ചേർക്കുന്ന സമയത്ത് ചിലർ എണ്ണ ചേർക്കാറുണ്ട്. നമ്മൾ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് വെച്ചോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് അതിനെ ഒന്ന് മിക്സപ്പ് ചെയ്യുക. ഇപ്പം നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഞാൻ പിന്നെയും കറിവേപ്പില ഇടാൻ പോവാ. എന്നാന്ന് പറയുക, ഈ മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയുടെ ഒരു മണവും കൂടെ വരുമ്പോൾ നല്ല നല്ല മണം. ഇനി 2ാം പാൽ ഒഴിക്കണേ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. എന്നാന്നോ, നമ്മൾ ഈ ചിക്കനകത്ത് തന്നെ വെള്ളം ഊറും. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കനകത്തിൽ നിന്ന് തന്നെ വെള്ളം നല്ലോണം വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ചില സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു തന്ന കൂട്ട് ഞാൻ ചെയ്യുന്ന. പക്ഷേ ചിലയിടത്തൊക്കെ പറയാറുണ്ട് ചിക്കൻ ഇങ്ങനെ എന്നാ മസാലയിലും മഞ്ഞപ്പൊടിയും എല്ലാമൊക്കെ മഞ്ഞപ്പൊടി, മുളക് പൊടി, നമ്മുടെ ഇട്ട പൊടികളെല്ലാം പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഇതിപ്പം ഞാൻ എൻ്റെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്ന കൂട്ട് ചെയ്യുവാണേ. ഓരോരുത്തർക്കും ഓരോ രീതി, അത്രയേ ഉള്ളൂ. ചിലരാണെങ്കിൽ ചിക്കൻ കറി ഈ തേങ്ങാപ്പാലല്ല, തനി നാടൻ ചിക്കൻ കറി വെച്ചേച്ച് ഈ പീസസ് മൊത്തം മാറ്റിയിട്ട് അതിനകത്ത് ആ ഗ്രേവിയിൽ ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് വേവിക്കുന്ന ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടു. നമ്മൾ ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ ഓരോരുത്തരുടെ ഓരോ പരീക്ഷണങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എമംഗ് ദ ബെസ്റ്റ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ശരിക്കും അമ്മച്ചിമാർ പറഞ്ഞു തന്ന കൂട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി കുറച്ചു നേരം നമുക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ ചിക്കൻ വെന്താലേ ഇനി അടുത്ത ജോലി ചെയ്യാൻ പറ്റും. ഇനി ഇറച്ചിക്കറി വേഗം കുറച്ച് സമയം എടുക്കും. ഇപ്പം നമ്മൾ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ കോഴിപ്പിടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ പിടി ഉണ്ടാക്കിയതിന് ശേഷം വേണം ചിക്കൻ കറി വെക്കാൻ. കാര്യം എന്ന് വെച്ചാൽ പിടി ഫുൾ ഉണ്ടാക്കാനല്ല, ഈ വെള്ളം ഒഴിച്ച് മാവ് കുഴച്ച് പിടി ഉണ്ടാക്കിയതിന് ശേഷം വേണം ചിക്കൻ കറി ഉണ്ടാക്കുക. കാരണം മാവ് കുഴയ്ക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ വേണം മാവ് കുഴയ്ക്കാൻ. അപ്പോൾ ആറാനുള്ളൊരു സമയം കൊണ്ട് വേണം കോഴിക്കറി വെക്കാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പം ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെക്കുവാണേ. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അത് ഈ പാത്രം എടുത്തിട്ട് വറുത്ത അരിപ്പൊടി ആയിരിക്കണേ. നമ്മൾ എടുക്കുന്നത് ഒരു ബൗൾ ക്വാണ്ടിറ്റി ആണോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ക്വാണ്ടിറ്റി ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം വേണം. ഇപ്പം ഞാൻ 2 സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 3 സ്പൂൺ അതിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. അതിനുള്ള ഉപ്പിടണം. നേരത്തെ ഞാൻ ചിക്കൻ കറിയിൽ ഉപ്പിട്ടില്ലല്ലോ എന്നെല്ലാവരും വിചാരിക്കും. പക്ഷെ തെറ്റിദ്ധരിക്കണ്ട. എന്നാന്ന് പറയുമോ, അമ്മച്ചിമാരൊക്കെ പറയുന്നത് ചിക്കനകത്ത് നമ്മൾ കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഉപ്പിടുന്നതാണ് നല്ലതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കല്ലിച്ച് പോകുമെന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇടാത്ത, മനഃപൂർവ്വമല്ല. എന്നാൽ പിടിയിൽ അങ്ങനെയല്ല, നേരത്തെ ഉപ്പിട്ടില്ലെങ്കിൽ ഉപ്പ് കാണുകയില്ല. ഇച്ചിരി ഞാൻ 3 സ്പൂണല്ലേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഈ അരിപ്പൊടിക്കകത്ത് ചിലർ പെരിഞ്ജീരകം ചേർക്കാറുണ്ട്, ചിലർ ജീരകം ചേർക്കാറുണ്ട്, ചിലർ തേങ്ങ ചിരണ്ടിയത് ഗ്രേറ്റഡ് കോക്കനട്ട് ചേർക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഗ്രേറ്റഡ് കോക്കനട്ടും സാദാ ജീരകവും അത് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇച്ചിരി വീതം ഇടാം.
ഒരു പിഞ്ച് മതി ജീരകം, കാരണം 3 സ്പൂണല്ലേ നമ്മൾ മാവ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു പിഞ്ച് മതി. ഇച്ചിരി തേങ്ങ. ഈ തേങ്ങ ഉണ്ടല്ലോ, ഈ തിളച്ച വെള്ളത്തിനകത്തിട്ടൊക്കെ ഈ മാവ് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തേങ്ങ നമ്മൾ ആ പിടി കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദ. എന്നാന്നോ, ഈ കുമ്പിളപ്പമൊക്കെ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇഷ്ടം പോലെ തേങ്ങ ഇടും. കാര്യം വേറെ ഒന്നുമല്ല, വെന്ത തേങ്ങ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ദാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കണം. കുറേശ്ശേ ഒഴിക്കാവുള്ളൂ. ഇച്ചിരി വെള്ളം കൂടുതൽ വെക്കണേ. അതെന്നാന്നറിയാമോ, നമുക്ക് സമയം ലാഭിക്കാനാണ്. എന്നാ സമയം ലാഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പിടി ഉണ്ടാക്കി വെച്ച് ഈ വെള്ളത്തിൽ, തിളയ്ക്കുന്ന വെള്ളത്തിലാണ് ഇടണ്ടേ, അല്ലെങ്കിൽ ഈ പിടി അങ്ങ് പിരിഞ്ഞു പോവും, ബോളായിട്ട് കിട്ടുകയില്ല. ഈ വെള്ളം കുഴയ്ക്കാൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. മാവിനകത്ത് വെള്ളം കൂടിപ്പോയാൽ പിന്നെയും മാവിടണം, പിന്നെയും വെള്ളം ഒഴിക്കും, അവസാനം ഒരു പരിവാവും. അതിലും ഭേദം നമ്മൾ നോക്കി ഒഴിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ പോകും. ആദ്യമൊക്കെ ഞാനിത് ഉണ്ടാക്കിയപ്പം ഈ പറഞ്ഞ കൂട്ടായിരുന്നു കേട്ടോ, വെള്ളം ഒഴിക്കും, മാവിടും, പിന്നെയും തേങ്ങ ഇടും, ആ ഒരു അവസ്ഥയായിരുന്നു. ഇത് ആറുന്ന നേരവേ നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. അപ്പം നമ്മൾ മറന്നുപോയ കാര്യം എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല, ഞാൻ ഇപ്പോൾ ഇച്ചിരി ഉപ്പിടാൻ പോവാണേ. ഞാൻ വീട്ടിലും പാചകം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഉപ്പ് എപ്പോഴും ഇച്ചിരി കുറച്ചേ ഇടത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ കൂടിപ്പോയാൽ പേടിയാ, കുറഞ്ഞാൽ നമുക്ക് ഇടാലോ, അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടിട്ടുള്ളൂ. ഇപ്പുറത്ത് നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട്, ബാക്കി വെള്ളവേ. ഞാൻ നല്ലോണം ചെറിയ സിമ്മിലായിട്ടേക്കുന്നേ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാറണം, ആറിയാലേ നമുക്കത് ഉണ്ട പിടിക്കാനൊക്കത്തുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റ് വരേണ്ട സമയമായി. ഇനിയിപ്പം എന്നാണോ എന്തോ അറിയാൻ മേല, നോക്കാം. നമുക്ക് സമയം വേണമല്ലോ, ഇതുണ്ടാക്കി തീർന്നാലല്ലേ നമുക്ക് ഒരു സമാധാനത്തെ അവരോട് വർത്താനം പറയാനൊക്കത്തുള്ളൂ, വിശേഷങ്ങളൊക്കെ ചോദിക്കണം. എന്നെപ്പോലെ നിങ്ങൾക്കുമൊക്കെ അവരുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ? ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് കൈയൊന്നും ഇടുവാണ്, എൻ്റെ കൈ ചെറുതായിട്ട് പൊള്ളുന്നുമുണ്ട്. എന്നാലും കുഴച്ച ഭാഗം വെച്ച് മാത്രം ഞാൻ ഉണ്ട പിടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിന്നർ എഫക്റ്റ് വരും ഈ കോഴിപ്പിടി എന്ന് പറയുന്ന കറിക്ക്. എന്നാന്നോ, ഇതിനകത്ത് നമ്മൾ ഇടിയപ്പവും ഇറച്ചിക്കറിയും തിന്നുന്ന കൂട്ട് ഇതൊരു വേറെ ഒരു ഐറ്റമായിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ശരിക്കും ഒരു ഡിന്നർ എഫക്റ്റ് തന്നെ വരും. ഈ ബോളിന് നല്ല ഷേപ്പില്ല. എന്നാന്ന് പറയാം, എൻ്റെ കൈ പൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ അത്ര ഷേപ്പില്ലാതെ ബോളാക്കിയത്. ബോളിൻ്റെ ഷേപ്പും വലിപ്പവും ഒക്കെ എന്നാന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന പോലെ. ഈ ശരിക്കും നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്നാൽ കുഞ്ഞിഡലി സാമ്പാറിനകത്തോട്ടൊക്കെ കഴിക്കത്തില്ലേ എന്ന് പറഞ്ഞ കൂട്ടുവാണ് ഇത് തന്നെയാണ്. ഏറ്റവും കുഞ്ഞു ബോളാക്കിയാൽ അത്രയും നല്ലത്. ഇപ്പം ഏകദേശം നമ്മളെല്ലാ പിടിയും ഉണ്ടാക്കി കഴിഞ്ഞേ. അപ്പോൾ നേരത്തെ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചു എന്ന് പറഞ്ഞില്ലേ, മാവ് കുഴയ്ക്കാൻ വേണ്ടി. അപ്പോൾ ബാക്കി വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മാത്രമേ ഈ പിടി നമ്മൾ ഇടാൻ പാടുള്ളൂ. പിന്നെ ഉപ്പ് ഇതിന് തിളച്ച വെള്ളത്തിൽ ഇടല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് മാവ് കുഴച്ചേക്കുന്നത്. അപ്പം നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഈ പിടി ഇടണേ. കുറച്ചൊന്ന് വേവാൻ നമ്മൾ വിട്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പിടി എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ വെള്ളം വറ്റിച്ചെടുക്കുകയല്ല, നമ്മൾ ശരിക്കും അത് ഈ പിടി ഊറ്റിയെടുക്കണം വെന്ത് കഴിയുമ്പോഴത്തേക്ക്. ഈ സമയം കൊണ്ട് നമ്മൾ വെച്ച ചിക്കൻ കറി എന്തായി എന്നൊന്ന് നമുക്ക് നോക്കണം. കാരണം ഗസ്റ്റ് വരാൻ സമയമായി. ചിക്കൻ ഇപ്പോൾ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിട്ടു, അതിനുശേഷം ഉപ്പ് ചിക്കനിൽ പിടിച്ച് കാണും. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തലപ്പാൽ ഒഴിക്കണേ, അത് ഫുള്ളും
ഈ തലപ്പാലും രണ്ടാം പാലും ഒഴിക്കുന്ന എണ്ണ അളവാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി എത്രയാ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിന് വേണം ഈ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാനേ. ഈ ഇറച്ചിക്കറിക്ക് ഇനി വലിയ പണിയൊന്നുമില്ല. ഈ തലപ്പാല് ചേർക്കുക. ഈ രണ്ടാം പാല് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞ ചിലയിടത്തൊക്കെ ഈ പിടി വെള്ളത്തിൽ വേവിക്കാതെ ഈ ചിക്കൻ കറിയിലിട്ട് തന്നെ വേവിക്കും. അതിന് കുറച്ചുകൂടെ സ്വാദാന്നാണ് പറയുന്നത്. പക്ഷെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞേക്കുന്ന ഈ പ്രത്യേകം ചെയ്യുന്ന നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പ്രത്യേകം ചെയ്തേക്കുന്നത്. ഇനി ഈ ഒന്നാം പാൽ ഒഴിച്ച് അതിനൊന്ന് തിളയ്ക്കാൻ വിടണേ. ഈ തിളയ്ക്കുന്ന സമയം കൊണ്ട് ശരിക്കും ഞാൻ ഈ കറിവേപ്പിലയുടെ ഒരു വീക്ക് പോയിൻ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പില ഇട്ട് മല്ലിയില ചിലയിടത്തിടത്തില്ല. എന്നാലും നമ്മുടെ ഗസ്റ്റ് വരുന്നതല്ലേ, നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ടാവട്ടെ. ഇനി ഇതെല്ലാം പോട്ടെ. ചിക്കൻ കറി തിളച്ചു. ഇനി എന്നാന്നറിയാം, നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ ഇതിനൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. നമുക്കിതെല്ലാം കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വയ്ക്കാനൊക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് നല്ലൊരു പ്രസൻറ്റേഷൻ വേണം. മാത്രമല്ല ഞാനിവിടെ എല്ലാം കുക്ക് ചെയ്ത് ഒരുമാതിരി കുളമാക്കി ഇട്ടേക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കണ്ടേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, മിക്ക സ്ത്രീകൾക്കും ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ പറയുക, എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കാനും അരിയാനും വയ്ക്കാനും ഒക്കെ ഇഷ്ടം. പക്ഷേ ഈ പാത്രം കഴുകാൻ മാത്രം ഇഷ്ടമല്ല, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് പക്ഷേ എനിക്ക് അവർ വരുന്നതിന് മുമ്പ് ഒന്ന് പ്രസൻറ്റ് ചെയ്യണം, നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എനിക്ക് വെക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലതായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഒന്ന് സെർവ് ചെയ്യണ്ടേ. അതിന് ഞാൻ 2 ബൗള് വെച്ചിട്ടുണ്ട്. ഭയങ്കര പ്രസൻറ്റേഷൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ ബൗളിലേക്ക് ആദ്യം നമുക്ക് ഈ പിടി വയ്ക്കാം. പിടിയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കല്ല വേണ്ടേ, ഇത് ഊറ്റി വെച്ച് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം മാറിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ ഇങ്ങനത്തെ തവിയിൽ എടുക്കുന്നതുകൊണ്ട് അധികം വെള്ളം ഇല്ല. അപ്പം ഞാൻ വെക്കുക. ആദ്യം പിടിയാണേ, പിന്നെ അതിൻ്റെ മേലോട്ട് ഇച്ചിരി ചിക്കൻ കറി. ഇച്ചിരി ഗ്രേവിയോടുകൂടെ തന്നെ ആ ബൗളിലേക്ക് ഒഴിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ കറിവേപ്പിലയോ മല്ലിയിലയോ എണ്ണയിലോ ഇട്ടൊക്കെ ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം. ഫോൺ വരും. ഹലോ, ആ സാർ എത്തിയാ? ഇതാ വരുന്നു സാർ, ഇതാ വരും. നമസ്തേ. വരണം സാർ. വഴി കണ്ടുപിടിക്കാൻ വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ? ഓക്കെ, വരണം. ഇതാണ് ആനീസ് കിച്ചൺ. ഇരിക്കണം സാർ, ഇരിക്കണം. ഇത്രയും തിരക്ക് പിടിച്ച് ജോലി തിരക്കിൻ്റെ ഇടയിലും സാറ് എൻ്റെ കിച്ചണിലേക്ക് വന്നാൽ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു യു. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡാണ് തുടങ്ങുന്നത്. ഐ എം സോ താങ്ക്ഫുൾ ദാറ്റ് എനിക്ക് സിബി സാറിനെ തന്നെ കിട്ടിയതിൽ. ആദ്യ എപ്പിസോഡിൽ ആനിയുടെ കൂടെ ഈ അടുക്കളയിൽ വരാൻ കഴിഞ്ഞത് എനിക്ക് സന്തോഷം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ 3rd മൂവിയാണ് ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അതെ. ശരിക്കും അന്നൊക്കെ ശരിക്കും സാറിനെ വന്ന് എന്താ സാറിന് ചോദിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. ശരിക്കും കേട്ടോ, അന്ന് ചേച്ചി സെറ്റിൽ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യം വന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്നാ ഉണ്ട് സാർ വിശേഷം? പിള്ളേരൊക്കെ വലുതായി, വലിയ കുട്ടികളാണ്. ഇപ്പോൾ മോന് 24 വയസ്സ് കഴിഞ്ഞു. അവൻ ഇപ്പോൾ സിബി അസിസ്റ്റ് ചെയ്യുന്നു. മോള് ആർക്കിടെക്ചർ കഴിഞ്ഞ് ജോലി ചെയ്യാൻ. മോനിടയ്ക്ക് ഫിലിം വേൾഡിലേക്ക് ആക്ടിങ്ങിനാണോ വരുന്നതെന്നൊക്കെ ഞാൻ ന്യൂസ് കേട്ടില്ല. അത് വളരെ യാദർശികമായിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, അവൻ ചെയ്തു. ഇപ്പം ആസ് ഒരു ഡയറക്ടറിന്റെ വൈഫ് തന്നെയാണ് ഞാനും. എന്നാലും സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ.
സാറിൻ്റെ ഒക്കെ പണ്ടത്തെ ആദ്യം ചെയ്ത മൂവിയില്ലേ ഇപ്പൊ ആകാശദൂതൊക്കെ ഇന്നും കണ്ടാൽ ഞാനൊക്കെ ഇരുന്ന് കരയും. എത്ര ഡെഡിക്കേറ്റഡ് മൂവീസായി. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫിലിംസിനെ കുറിച്ച് സാറിന് എന്നാ പറയാനുള്ളത്? അല്ല, അത് അവരുടെ ഈ ആ സിനിമ ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതം അനുഭവങ്ങളൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. നമ്മളതിനെ തെറ്റായി കാണേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ജീവിച്ച അല്ല, ശരിക്കും തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. ശരിക്കും നമ്മളിപ്പം സാറിൻ്റെ ഒക്കെ ഫിലിം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾ അങ്ങ് അതിന് വേണ്ടി സമയം കണ്ടെത്തുക. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്നാ ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർക്ക് ഇഷ്ടമായിട്ടോ, അതാ വേണ്ട അവള് വേണ്ട എന്നൊക്കെ പാടുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ സാറിൻ്റെ ഒക്കെ മൂവിയിലുള്ളത് ആ മെലഡിയസ് സോങ്സും അതൊന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല, കേൾക്കാനും ഇല്ല. അല്ല, അത് പൊതുവേ ഇവർക്ക് അവരുടെ ടേസ്റ്റുകളൊക്കെ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പം നമ്മൾ തന്നെ എനിക്കിപ്പോൾ എൻ്റെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പഴയ കാലത്തെ പാട്ടുകൾ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ അവർ കേൾക്കുമ്പോൾ പറയും ഇതെന്താ പാട്ട്, അവർക്ക് ഏറ്റവും പുതിയ ഇപ്പോഴത്തെ ശരിക്കും സാർ ആ ഒരു ജനറേഷനിലല്ലേ ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. അത് നമ്മളുടെ കാഴ്ചപ്പാടാണ് അല്ലേ. എനിക്ക് പക്ഷേ എനിക്ക് മുമ്പത്തെ തലമുറകളുടെ പാട്ടുകളും ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ട പാട്ടുകളും ഒക്കെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പാട്ടുകളിൽ നമുക്ക് കൂടുതൽ കാലം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് കേട്ട് പെട്ടെന്ന് മറന്നു പോവാ, നമ്മുടെ മനസ്സിലൊന്നും അത് തങ്ങി നിൽക്കുന്നതേ ഇല്ല. ഒരു സിനിമ വന്ന ആ സിനിമയുടെ ലൈഫിൻ്റെ അത്രയുമേ പാട്ടുകൾക്ക് ലൈഫുള്ളൂ. പാട്ടുകൾ പിന്നെയും സാധാരണ നമ്മളിപ്പോഴും പഴയകാലത്തെ പാട്ടുകൾ കേൾക്കുന്നത് ആ സിനിമയും ഒരുപക്ഷെ അത് നിർമ്മിച്ചവരും അത് ആ സിനിമയുടെ ഭാഗമായിരുന്നവരും ഒക്കെ ഒരുപക്ഷെ ഇപ്പോൾ ഈ ലോകത്ത് പോലും ഉണ്ടാവില്ല. പക്ഷേ അവർ സൃഷ്ടിച്ച ആ പാട്ടുകൾ, അതിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ സംഗീതമൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ശരിക്കും നമുക്ക് പിന്നെയും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടുകളാണ്. പക്ഷെ അതേപോലെ സാർ ഇപ്പൊ ക്യാമറ വർക്ക്, ഇപ്പൊ സാറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒറിജിനൽ ക്യാമറ, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേര് ഈവൻ മൊബൈലിൽ പോലും ഫിലിംസ് എടുത്തിട്ട്, അപ്പൊ അത്ര ഡെഡിക്കേഷൻ ആണോ? അല്ല, അത് വളരെ ഈസിയായി. കാരണം മുമ്പ് നമുക്ക് സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ സാർ ഒരു കാര്യമുണ്ട്. ഇപ്പൊ സാർ ഇപ്പൊ ഒരു മൂവി വർക്ക് ചെയ്യുക, അപ്പൊ അതില് സാർ ഒരിക്കലും ഒരു മൊബൈൽ ഉപയോഗിച്ച് നമ്മളൊരു ഫിലിം എടുക്കുന്നില്ലല്ലോ. ഇല്ല, അതിനല്ല. നമ്മൾ മുമ്പ് കാലത്ത് നമുക്ക് ഈ മോണിറ്റർ, നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് മോണിറ്ററിൽ കാണാവുന്നുണ്ട്. അപ്പം നമ്മുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ആ മോണിറ്ററിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. മുമ്പ് അങ്ങനെയല്ല, നമ്മളൊന്നും കാണുന്നില്ല, ക്യാമറമാൻ മാത്രമേ കാണുന്നുള്ളൂ അവിടെ എന്താ സംഭവിക്കുന്നത്. നമ്മൾ ക്യാമറയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ ഈ ആക്ച്വലായിട്ടുള്ള ആക്ഷൻ നടക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അല്ല നമ്മുടെ കണ്ണിലുണ്ട്. നമ്മുടെ ശ്രദ്ധയെ തിരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രൗഡ് ഉണ്ടാവും, ലൈറ്റ്മെൻ ഉണ്ടാവും, അല്ല മറ്റു ക്രൂ ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ആ സീനിലേക്ക് അല്ലെങ്കിൽ ആ ഷോട്ടിൻ്റെ ഫ്രെയിമിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ ശ്രമകരമായ കാര്യമാണ്. ഇന്ന് ആയിരിക്കണം. ക്യാമറമാൻ മാത്രം കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് ആക്ച്വൽ ഫ്രെയിം എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഇമാജിൻ ചെയ്യാണ്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പം നമുക്ക് ഇരുന്ന് കാണാം, അവിടെ ഇരുന്നുകൊണ്ടാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ബാലചന്ദ്ര മേനോൻ സാർ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റും ഡയറക്ടറുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് ഇല്ലാത്തൊരവസ്ഥയിലായി. നമ്മൾ ഡിറ്റാച്ച്ഡാണ് അവർ. ശരിയാ. എന്തായാലും സാറും ചേച്ചിയും ഇന്ന് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നല്ലേ, അന്നേരം ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാ. അപ്പോൾ സാറും ചേച്ചി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതെന്താണ് ഐറ്റം നമ്മൾ അറിഞ്ഞാൽ കൊള്ളാം. അത് സാറിനൊരു സർപ്രൈസാണ്. അത് ഞങ്ങളിങ്ങനെ സീക്രട്ട് വൈസ് തപ്പിയെടുത്ത് മനസ്സിലാക്കിയെടുത്ത ഒരു സാധനമാണ്. സാറിൻ്റെ ഫേവറേറ്റ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, കോഴിപ്പിടി. പക്ഷെ ചേച്ചി ചെയ്യുന്നതിന്റെ അത്രയും ടേസ്റ്റ് വരുമോ എന്ന് എനിക്ക് അറിയാൻ മേല. എന്നാൽ ഇച്ചിരി ഇഷ്ടപ്പെട്ടതാണെന്ന് അതൊക്കെ ഞങ്ങളുടെ സീക്രട്ടാ. അത് സ്പൈ വർക്സ്, അതൊന്നും ഇപ്പൊ പറയാൻ ഒക്കത്തില്ല. എന്തായാലും സാർ കഴിച്ചു നോക്കണം. കുക്കിങ്ങിലും മിടിക്കാന്ന് നിങ്ങൾ കേട്ടോ ചേച്ചി? കുഴപ്പമില്ല. എന്നാന്നറിയാവോ, ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡിന് എപ്പോഴും പറയും അപ്പവും സ്റ്റൂവും തിന്നാൻ വേണ്ടി അയാളെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയും. ബിക്കോസ് ആ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണ്. ചേച്ചി അങ്ങനെ വല്ലതും പഠിച്ചതാണോ? അതെ, ചേച്ചി കഴിച്ചു. ചേച്ചി എന്നെ നോക്കൂ, നന്നായിട്ടുണ്ട്. താങ്ക് യു. എല്ലാരും ടിവി പറയുന്ന പോലെയാണ്. ചേച്ചി നല്ലതായിട്ട് പറഞ്ഞു കേട്ടോ. ചെയ്തത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചേച്ചിക്ക് നല്ലതായിട്ട് അറിയാലോ സാറിന്റെ ടേസ്റ്റും. നന്നായിട്ടുണ്ട്. സ്പൈ വർക്ക് ആയതുകൊണ്ട് സാറിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ചേച്ചി ചെയ്യുന്നതിന്റെ അത്രയും വരണ്ടേ. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. അല്ല, ആ ഒരു ഏകദേശം എത്തിയോ? ശരിക്കും നമുക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. പ്രത്യേകിച്ചും ഇതൊരു മധ്യ കേരളത്തിലും
അതെ. മധ്യനിര കാര്യം എന്നാന്നറിയോ സർ, എൻ്റെ അമ്മച്ചിമാരൊക്കെ ഇത് ഞങ്ങൾ വെക്കേഷനൊക്കെ അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പം അമ്മച്ചി ഉണ്ടാക്കി തരും ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ കൂട്ട് ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലില്ലാത്ത കഷ്ണം തപ്പി പിടിക്കാനാ തമ്മി തല്ലുണ്ടാവുന്നത്. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് എനിക്കൊന്ന് ആ ഒരു പാരമ്പര്യം അതിനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുക്കിങ്ങിനോടുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം ആനി അല്ലാതെ തന്നെ ഞാൻ കേട്ടു ആനി ചില കേറ്ററിംഗ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ അതിന്റെ പുറകെ പോകുന്നത്. കാരണം അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അത് എന്നാന്നറിയോ സർ, വേറൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ കൂട്ട് ഞാൻ ചെന്ന് കയറിയ വീട്, അതായത് ഏട്ടന്റെ വീട്ടില് അമ്മ ഒത്തിരി നല്ലതായിട്ട് പാചകം ചെയ്യും. അത് ഈ പറഞ്ഞ കൂട്ട് നമ്മളെപ്പോലെ ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന തട്ടിപ്പ് പരിപാടി മിക്സിയിലിട്ടുള്ള കളിയൊന്നുമല്ല. അമ്മയൊക്കെ പണ്ടത്തെ കാലത്ത് കല്ലിലൊക്കെ അരച്ചുള്ള മീൻകറി മട്ടൻ കറിയും ഒക്കെ എന്നാ ടേസ്റ്റ് ആണെന്നറിയോ. അത് ഷെയ്ഡിന് ഭയങ്കരമായിട്ട് നാവിലുണ്ടാവും. എൻ്റെ പറ്റിയിലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ചെടുത്തു ആ ടേസ്റ്റിനനുസരിച്ച് വരാൻ. പിന്നെ ഏട്ടൻ്റെ അനിയത്തി എല്ലാവരും ഭയങ്കര ഒരു അപ്പൊ ഇച്ചിരി വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനും കുറേയൊക്കെ പരീക്ഷണം വെച്ച് പഠിച്ചു. എന്തായാലും വളരെ നന്നായി. കാരണം ആ ഒരു എൻ്റെ ഇഷ്ടം ആണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചു. ആ ഇഷ്ടം എന്തായാലും സാർ ഞങ്ങളുടെ ഷോയുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ അത്രയും നല്ലതായിട്ട് സാറിനെ സെർവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്പൈ വർക്ക് കണ്ടുപിടിച്ച് പിടിച്ചതാ. അതിന് ചേച്ചിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. രഹസ്യം. സാർ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല, വളരെ നന്നായിട്ടുണ്ട്. ആനി ചെയ്തുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് കഴിക്കാം എന്ന് അറിയാമായിരുന്നു. ധൈര്യമായിട്ട് കഴിക്കണം. എന്തായാലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും മിക്കപ്പോഴും ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ഏട്ടൻ്റെ മുമ്പ് കൊണ്ടിട്ട് അങ്ങനെ പരീക്ഷണം ചെയ്ത് അവിടുന്ന് സാങ്ഷൻ കിട്ടി. എന്നാലും ആസ് എ പേഴ്സൺ ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് എന്നാലും ചോദിച്ചതാ. ഷാജിയെ കാണുമ്പോൾ അറിയാലോ, ഷാജിയുടെ വീട്ടിലെ പരീക്ഷണം മുഴുവൻ സത്യം സാർ ഏട്ടൻ്റെ നേർക്ക. അല്ല അതിരിക്കട്ടെ, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഷാജിയെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ആനിയും മക്കളെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറില്ല. അതെന്നറിയാം സാർ, ഈ കുറഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ സത്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട് മക്കള് വീട്ടുഭരണം അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വളരെ നല്ലൊരു വീട്ടമ്മയായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞിലെ ഒന്നും ചെയ്തില്ല, പിള്ളേരെ നോക്കാനൊക്കെയുള്ള സമയം വെച്ച് അങ്ങ് പോയി. പക്ഷെ ഇപ്പൊ പിള്ളേരെല്ലാം വലുതായി സ്കൂളിലൊക്കെ പോയി. മക്കളൊക്കെ അടുത്ത കാലത്ത് കണ്ടത് നമ്മൾ എറണാകുളത്തൊരു കല്യാണത്തിന് കണ്ടപ്പോഴത്തേക്കും മക്കളെ കണ്ടു. മൂത്താള് അമിറ്റിയില് വലിയ മക്കളായി അടുത്ത് ഏകദേശം. ഇപ്പൊ ഞാൻ പിള്ളേരെയൊക്കെ ഇങ്ങനെ നോക്കണം വേണ്ടനെ കൂട്ട്. മൂത്താള് അമിറ്റിയിൽ പഠിക്കുന്ന എറണാകുളത്ത്, രണ്ടാമത്തെ ആള് 8th, മൂന്നാമത്തെ ആള് 6th. രണ്ടാമത്തെ ആളെ കുറിച്ച് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഭയങ്കര വായനക്കാരനാണ്. ഭയങ്കര അത് പുള്ളിക്കാരന് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല. പുള്ളിക്കാരനെ ഇങ്ങനെ നമ്മൾ നല്ല ഇതേപോലെ ചിക്കനോ ഒക്കെ കൊടുത്താൽ പിന്നെ പഠിത്തം, ഇതല്ലാതെ വേറൊന്നുമില്ല. ചെറിയ ആള് പിന്നെ പഠിക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് സമയമാവട്ടെ അമ്മ ഞാൻ പഠിച്ചോളാന്നാ പറയുന്നത്. അത് അവനിങ്ങനെ പോന്നു. അതെ, എൻ്റെ ഭാര്യ പറയും, ബാല പറയും, ഒരു ആൺകുട്ടികളെ വളർത്തുക എന്നുള്ളത് വലിയ പണിയാണെന്ന് പറയും. അപ്പൊ ഞാൻ ഇപ്പൊ കണ്ട 3 ആൺകുട്ടികളെ വളർത്തുന്നത്. ഞാൻ പറയും പെൺകുട്ടിയെ ദൈവം തരുന്നത് ആണിനെ വളർത്തിയതിന്റെ ക്ഷീണം മാറാനായിട്ടാണ് പെൺകുട്ടിയെ തരുന്നത്. അയ്യോ, അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും അപ്പൊ എനിക്ക് ഇച്ചിരി അവാർഡ് തരണല്ലേ 3 പിള്ളേരെ നോക്കുന്നതിന്. ഓക്കെ സർ, കുടിക്കാൻ വെള്ളം അല്ലെങ്കിൽ സർ ഒരു കാര്യം കൂടെ, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോ സാറിന്റെ ഇഷ്ടത്തിന് ഞാൻ തന്നാലേ, ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ട്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും. ഇത് സത്യം പറഞ്ഞാൽ ഫിഷ് നഗറ്റ്സ് ആണ്. നമ്മൾ എൻ്റെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണ് ഫിഷ് നഗറ്റ്സ് വാങ്ങിച്ചിട്ട് വറുത്ത് കൊടുത്താലൊക്കെ. ഇത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കാതെ നമ്മൾ തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തതാ. ഞാൻ പ്ലേറ്റ് തട്ടെ സാർ ഒന്ന് കഴിക്കാൻ. പ്ലേറ്റ് വേണം, ഞങ്ങൾ ഒരേ പാത്രത്തിൽ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അച്ഛന് വാക്ക് കൊടുത്ത പോലെ തന്നെ സ്റ്റിൽ അല്ലേ. അതാ അപ്പൊ സാർ കഴിച്ചു നോക്കണം. നമ്മൾ ചിക്കൻ നഗറ്റ്സ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫിഷ് നഗറ്റ്സ്, ഫിഷ് ഫിംഗർ എന്നൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഫിഷ് നഗറ്റ്സ് ടാറ്റാ സോസിന്റെ കൂടെ സെർവ് ചെയ്യുന്നു. ഈ പിള്ളേർക്കൊക്കെ സ്റ്റാർട്ടേഴ്സിന് നമ്മൾ പാർട്ടിയൊക്കെ വെക്കുമ്പോൾ സ്റ്റാർട്ടേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായത്. എരിവും അധികം വരികയില്ല. പിന്നെ കട്ട്ലേറ്റ് ഇഷ്ടമല്ലാത്തവർക്ക്
ഇത് പിള്ളേർക്ക് ശരിക്കും ഇഷ്ടപ്പെടും. വ്യത്യാസമായിട്ട് അതെ, വ്യത്യാസം. പിള്ളേർക്ക് ഈ ചിക്കനും ഫിഷും ഒക്കെ കിട്ടിയ ഹാപ്പി അല്ലേ, അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തതാ. എങ്ങനെയുണ്ട് ചേച്ചി കഴിച്ചിട്ട്? നന്നായിട്ടുണ്ട്. ഇതിപ്പോൾ റെസിപ്പി ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അതിന് മുമ്പ് സാറിനടുത്ത് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. സാർ ഇപ്പൊ പുതിയ മൂവി ഏതാ ചെയ്യും? ഇപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞത് സൈഗാൾ പാടുകയാണ് എന്ന് പറഞ്ഞ സിനിമയാണ്. നേരത്തെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് ഒരു മ്യൂസിക്കൽ ഒരു ഫാമിലി. ശരിക്കും പണ്ടത്തെ ഫാമിലി അറ്റാച്ച്ഡ് മൂവീസ് ഞങ്ങൾ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു ആസ് എ പ്രേക്ഷകൻ. തീർച്ചയായിട്ടും നല്ല പാട്ടുകളാണ്. എം ജയചന്ദ്രനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. നമ്മുടെ പഴയ കാലത്ത് നമ്മൾ കേട്ട് ഇഷ്ടപ്പെട്ട അതേ രീതിയിലുള്ള പാട്ടുകളാണ്. പിന്നെ എൻ്റെ പാട്ടിന് പ്രാധാന്യമുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് തീർച്ചയായും അതിലൊരാൾ ഞാനും കൂടെ ഉണ്ട്. സാറിന് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരിൽ ഒരാൾ ഞാനും കൂടിയാണ്. കാരണം അത്ര അറ്റാച്ച്ഡ് എന്താ കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന മൂവീസ് ആയിരുന്നു സാർ ചെയ്തത്. ഒത്തിരി എന്താ പറയാ അറിവുള്ള ഒരുപാട് കുടുംബങ്ങൾ അല്ലേ, സിമിലാരിറ്റീസും തോന്നുന്ന പോലത്തെ റിയൽ ആണ് അതൊക്കെ. അങ്ങനത്തെ സിനിമകൾ സാറിന് ഇനിയും എന്താ പറയാ സാറിന്റെ ഫിലിമുകൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചിരിക്കുക. തീർച്ചയായിട്ടും. ഇപ്പൊ ചേച്ചി ചോദിച്ച പോലെ റെസിപ്പി ഞാൻ ചേച്ചിക്ക് മാത്രമല്ല ഞാൻ എൻ്റെ പ്രേക്ഷകർക്കും കൂടെ ഈ റെസിപ്പി പറഞ്ഞു കൊടുക്കണ്ടേ. അതുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഈ സ്പെഷ്യൽ റെസിപ്പി സിബി സാറും ചേച്ചിയും ഒത്തിരി ഇഷ്ടപ്പെട്ട റെസിപ്പി, നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം.